ലല്ലു, സലീം കുമാറിൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട് ഓർക്കുന്നു. ഇഷ്ടമാണ് നൂറുവട്ടം, കല്യാണരാമൻ, CID മൂസ, മായാവി, മീശമാധവൻ, തിളക്കം, ചതിക്കാത്ത അന്തു, അങ്ങനെ എത്രയോ സിനിമകൾ. ആദാമിൻ്റെ മകൻ അബുവിലൂടെ സലീമിൻ്റെ അഭിനയ ജീവിതം മലയാളിയെ അഭിനയ മികവ് കാണിച്ചു തന്നു. ലല്ലു, അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഒരു കൂട്ടം കഥാപാത്രങ്ങൾ, നേരത്തെ നവമിയൊക്കെ പറഞ്ഞതുപോലെ സലീം കുമാറിൻ്റെ ഡയലോഗ് പറയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഓരോ ദിവസവും ഓർത്തെടുക്കുന്നത് ട്രോളുകളായും മറ്റും പ്രത്യക്ഷപ്പെടുന്നത് സലീം കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ മലയാള സിനിമയിൽ മരിച്ചാലും മായാത്ത ഒരു സ്ഥാനം ഉറപ്പിച്ചാണ് അദ്ദേഹം വിട വാങ്ങുന്നത്. രഞ്ജിത്ത്, നമുക്ക് സലീം കുമാറിന്റെ വീട്ടിന്റെ പേര് എന്താണെന്ന് മലയാളിക്കെല്ലാം സുപരിചിതമാണ്. പറഞ്ഞത് ലാഫിംഗ് വില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടിന് പേരിട്ടിരിക്കുന്നത്. അതായത് ഈ ഇത്രയും നീണ്ട നാളത്തെ അഭിനയ ജീവിതത്തിലെ മലയാളിയെ ചിരിപ്പിച്ച് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്ന് ലഭിച്ച വീടിന് മറ്റെന്ത് പേരിടും എന്ന് സലീം കുമാർ തന്നെ ചോദിച്ചിട്ടുണ്ട്. ലാഫിംഗ് വില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര്. അത് മാത്രമല്ല, നമുക്കറിയാം ഈ അഭിനയിച്ച് ഫലിപ്പിക്കാനും അതായത് ആളുകളിലേക്ക് എത്താനും ഏറ്റവും പ്രയാസമുള്ള രസം എന്ന് പറയുന്നത് നർമ്മമാണ്. ആ നർമ്മത്തിന്റെ മർമ്മം പറഞ്ഞ നടനാണ് സലീം കുമാർ എന്ന് നമുക്ക് കണ്ണു അടച്ച് പറയാം. നമുക്കറിയാം, ഇപ്പൊ ഇഷ്ടമാണ് നൂറുവട്ടം പോലെ വളരെ ചെറിയ വേഷങ്ങളിലൂടെ അദ്ദേഹം തുടങ്ങി. അതിനു മുമ്പ് ഏഷ്യാനെറ്റിലെ സിനിമയിലെയും കോമിക്കോളെയും സ്വന്തമായി മിമിക്രി ട്രൂപ്പും അങ്ങനെ ഒക്കെ നടന്നൊരു ഒരാളാണ്. നമ്മുടെ രമേശ് പിഷാരടിയൊക്കെ അദ്ദേഹത്തിന്റെ മിമിക്രി ട്രൂപ്പിന്റെ മാനേജറായിട്ടാണ് കരിയർ തന്നെ തുടങ്ങുന്നത്. അത് പിഷാരടി എപ്പോഴും പറയും. സലീം കുമാറുമായിട്ടുള്ള ആത്മബന്ധത്തെ കുറിച്ച് പിഷാരടി പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഇഷ്ടമാണ് നൂറുവട്ടം, അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് സിനിമയുണ്ട് ചെറിയ വേഷങ്ങളിലേക്ക് സലീം കുമാർ വന്ന വേഷം. പക്ഷെ കരിയർ മാറുന്നത് എനിക്ക് തോന്നുന്നത് പിങ്ങാച്ചിപ്പട്ടണത്തിൽ കൂടിയാണ്. സലീം കുമാറിന്റെ അതൊരു ത്രൂ ഔട്ട് വേഷത്തിലേക്ക് വന്ന് അന്ന് ദിലീപിനോടൊപ്പം നിന്ന് ആദ്യ അവസാനം അത് ഒരു വലിയ സക്സസ് ആയിരുന്നു ആ സിനിമ. അവിടെ നിന്ന് ഇങ്ങോട്ട് സലീം കുമാറിന്റെ കരിയറിൽ വന്ന മാറ്റമാണ് ഏറ്റവും പ്രത്യേകിച്ച് റാഫി മെക്കാർട്ടിൻ, ഷാഫി തുടങ്ങിയവരുടെ കൈകളിലേക്ക് സലീം കുമാറിന് കെട്ടുപോലുണ്ടാവുന്ന മാറ്റം. അത് പലപ്പോഴും റാഫി മെക്കാർട്ടിനൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സലീമിനെ അഴിച്ചു വിടുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട്. അപ്പോൾ നമുക്കറിയാം ഏതെല്ലാം സിനിമകളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോ നേരത്തെ പറയല്ലോ, മായാവിയിലെ ഫ്രാങ്ക്, അതുപോലെ തന്നെ ചതിക്കാതെ ഡാൻസ് മാസ്റ്റർ വിക്രം, തൊമ്പനും മക്കളിലെ അടിമയി രാജാക്കണ്ട്, അങ്ങനെ നമ്മളൊരു എടുത്തു നോക്കിയ ഒരു ലിസ്റ്റ് ഓഫ് സിനിമാസ് ഉണ്ട് സലീം കുമാറിനെ അഴിച്ചുവിട്ടുണ്ട്. ഇപ്പൊ മായാവിയൊക്കെ നമുക്ക് മമ്മൂട്ടിയാണ് നായകനെന്ന് പറയാമെങ്കിൽ പോലും മായാവി സിനിമ എന്നത് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കൂടി വരുന്നത് സലീം കുമാറിന്റെ ഫ്രാങ്ക് എന്ന കഥാപാത്രമാണ്. കല്യാണരാമനിൽ ഇന്നസെന്റിനോടൊപ്പം സലീം കുമാർ മത്സരിച്ച് അഭിനയിച്ചു. അവിടെ നായകൻ ദിലീപ് പോലും മാറി നിൽക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ്, അല്ലെങ്കിൽ ദിലീപിനെ പോലും നിഷ്പ്രഭനാക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് സലീം കുമാർ നടത്തിയത്. അപ്പൊ സലീം കുമാറിന് വേണ്ടി കഥാപാത്രങ്ങൾ ഉണ്ടായി എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞില്ല. സലീം കുമാറിന് വേണ്ടി മാത്രം കഥാപാത്രങ്ങൾ ഉണ്ടായി എന്നത് ഒരു ചിലരുടെ കാര്യമല്ല. മലയാളത്തിൽ ഹാസ്യ നടനെ വേണ്ടി മാത്രം കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലെ കൾട്ട് കഥാപാത്രങ്ങൾ അതിനെയാണ്. മീമുകളായും സീനുകളായും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടന്നോടുന്നുണ്ട്. മലയാളത്തിലെ ഇപ്പോഴത്തെ തലമുറ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തമാശ രംഗങ്ങളും വാക്കുകളും എല്ലാം സലീം കുമാറിൻ്റെതാണ്. നമ്മൾ ഓരോ നോക്കുമ്പോൾ തിളക്കത്തിന്റെ അളിയനൊക്കെ എങ്ങനെയാണ് മലയാളിക്ക് മറക്കാൻ കഴിയുക എന്നാണ്. അപ്പോൾ ഈ തമാശ അത് വളരെ നന്നായി പ്രയോഗിച്ചും ഈ പല സിനിമകളിലും സലീം കുമാറിന്റെ കയ്യിൽ നിന്ന് ഉള്ള കൗണ്ടറുകളുടെ കൊണ്ട് സമ്പന്നമാക്കിയ സിനിമകളുണ്ട്. ഞാനൊരിക്കൽ ഗവൺമെന്റ് സംവിധായകൻ ഷാഫിയുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.